അത്താഴത്തിന് ഹെൽത്തി ആയും ഫുൾ എനർജി ആയിട്ട് ഒരു ഓപ്ഷൻ വേണം. ഇതാ 1 മിനിറ്റ് ഓട്സ് കുറുക്കിട്ടോ. ഞാനിവിടെ 3 പേർക്ക് 12 സ്പൂൺ ഓട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരാൾക്ക് 4 സ്പൂൺ വീതം വെച്ചിട്ടാണ്. ഈ ഓട്സ് ഒരു കട്ടിയുള്ള പാത്രത്തിൽ ഇടുക കേട്ടോ. നമ്മൾ ചായ വെക്കുന്ന ആ ഒരു പാത്രമായാലും കുഴപ്പമില്ല. അതിലോട്ട് ഒരു പാക്കറ്റ് പാല് ഫുള്ളായിട്ട് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ശേഷം ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ട് മിതമായ തീയിൽ നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനിടയിൽ നമുക്കൊരു ശർക്കര പൊട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് കുറുക്കിയെടുക്കുന്നതിനിടയിൽ നമുക്കൊരു 10-15 ബദാം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു കുറുക്ക് നല്ലപോലെ കട്ടിയാകുമ്പോൾ ആ ഒരു ബദാം പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് പകരം നമുക്ക് ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല. ഏകദേശം ഈ ഒരു തിക്നെസ് ഒക്കെ മതി. നല്ലപോലെ ലൂസ് ആവണ്ട, നല്ലപോലെ കട്ടിയാവണ്ട കേട്ടോ. അങ്ങനെ നല്ലപോലെ കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി. മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ ശർക്കര എങ്ങനെ ചേർക്കേണ്ടതെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചൂടോടെ ഒരു പാത്രത്തിൽ അത്താഴത്തിനുള്ള ഓട്സ് കുറുക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഓട്സ് ഫൈബർ കൂടുതലായതിനാൽ ദീർഘനേരം വിശപ്പടക്കാൻ സഹായിക്കും. ഇത് കഴിച്ചാലുള്ള ഒരു ഗുണങ്ങൾ എന്താന്ന് വെച്ചാൽ ബദാം നല്ല ഫാറ്റ്സും പ്രോട്ടീനും നൽകും കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, പിന്നെ എനർജി സ്ലോ ആയി റിലീസ് ചെയ്യൂട്ടോ. നോമ്പിന് നമുക്ക് നല്ല കരുത്തും കിട്ടും. വയറിന് ലഘുവും ഹെൽത്തി ഓപ്ഷനും ആണ് കേട്ടോ. ഹെൽത്തി ആയിട്ട് നോമ്പ് നോക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിമ്പിൾ റെസിപ്പി മതി. ഇനി നാളെയും മറ്റൊരു റമദാൻ സ്പെഷ്യലുമായി കാണാം ഇൻഷാ അല്ലാഹ്.